സ്പെഷ്യൽ ക്രിസ്തുമസ് ഔട്ടിംഗ് ആണ്. വേറെ ഒന്നല്ല കേട്ടോ, ഞങ്ങളൊരു കാട്ടരുവി കണ്ടുപിടിക്കാൻ പോവാ. വായോ ഫ്രണ്ട്സ്, ഞങ്ങളിതേ വഴിയില് വണ്ടി നിർത്തി ഒരു വലിയ കാടാട്ടോ. ഞങ്ങൾ എന്തായാലും കാട്ടുചോല കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് കാടിന്റെ അകത്തേക്ക് നടക്കാം. കുറച്ച് നടന്നു, ഇനി വാ. വഴിയൊന്നും ഇല്ലാട്ടോ, വഴി ഉണ്ടാക്കി പോവാണ്. പുലി വന്ന ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് മെമ്മറബിൾ ആയിരിക്കും. ഓക്കെ, കാട്ടുവഴിയിലൊക്കെ അയ്യോ സൂക്ഷിച്ചു സൂക്ഷിച്ചു. മിക്കത് പൊട്ടി വീഴും. എന്തായാലും കാട്ടിൽ വന്നാലേ അങ്ങനെ മുന്നേ കുറച്ചേരം കളിക്കാം. റെഡി, 1 2 ഇനി അടുത്ത ടേൺ ചേട്ടായിയാണ്. റെഡി, 1 2 3. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ല കേട്ടോ. അയ്യോ പട്ടിയെ, പോകുന്ന കരിമ്പും വണ്ടിയുടെ പുറകെ ഓടി. കരിമ്പ് ഓടിച്ചാ കിട്ടിയാ ദേശ കരിമ്പ് നോക്കട്ടെ. കരിമ്പ് കരിമ്പ് കാണിക്കേ. അതാ, അത് മതി. ഇതാണ് ഇവിടെ കരിമ്പും തോട്ടം. വാ മക്കളെ, ഇതാ ഇവിടെ ചേട്ടന്മാര് കണ്ടു കരിമ്പ് വെട്ടുന്നുണ്ട്. അവിടെ ഞങ്ങളും കയറി 1-2 വെട്ടിയെടുത്തു കേട്ടോ. കണ്ടുട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഇലയും ഞങ്ങൾ ഇവിടെ നട്ടോ വെട്ടിയെടുത്തത്. അങ്ങനെ ഇലയൊക്കെ കിട്ടി. അതുപോലെ തന്നെ എന്താ, ഇത് കഴിഞ്ഞ് 2 കഷ്ണം കരിമ്പൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവസാനം കേട്ടോ ഈ കരിമ്പ് എന്തുണ്ടായെന്ന് അറിയോ, മങ്കികൾ എടുത്തുകൊണ്ടുപോയി. അതെനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കാണാം നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ. അങ്ങനെ അതാണ്, അല്ലാതെ ഇത് മോഷ്ടിച്ചതല്ല കേട്ടോ. ഇത് കരിമ്പ് വണ്ടിയുടെ ബാക്കിൽ ഓടിയിട്ട് വലിയ കരിമ്പ് കിട്ടാത്തിനും തണ്ണം തീർത്താണ്. ഈ സൈഡിൽ ചേച്ചിമാർ പറിക്കുന്നത് എന്താണെന്നറിയോ, ഇതാണ് മധുരക്കിഴങ്ങ്. ഇവിടെ വളരെയധികം കൃഷികളാണ്. അങ്ങനെ കരിമ്പും വെച്ച് ഇലയും വെച്ച് നമ്മുടെ യാത്ര തുടരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ യാത്ര തുടരാൻ പോവാണേ. പോകുന്ന വഴിയാണ് ചേട്ടായിയുടെ ജോലി സ്ഥലം കേട്ടോ. ഇത് പട്ടാള ക്യാമ്പാണ്. നമ്മൾ അകത്തേക്കൊന്നും കാണിക്കുന്നില്ല. ഇതാണ്ട് അവിടെയാണ്. ഇതൊരു മലയുടെ മുകളിലാണ് കേട്ടോ. അപ്പൊ അകത്തേക്കൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ 1 കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ പുതിയൊരു കാട്ടരുവി കണ്ടുപിടിച്ചു. കർത്താവ് ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ഞങ്ങള് കണ്ടെത്തി എന്ന് പറഞ്ഞ വലിയ സംഭവം. റോട്ടിൽ നമ്മള് വണ്ടി ഇട്ടിട്ട് 1 അവർ ഇങ്ങനെ നടക്കണം കേട്ടോ. ആ വഴി ഞാൻ കാണിച്ചില്ല, കാരണം കാണിച്ചു തരാം. വീട് എൻജോയ് ചെയ്യാൻ പറ്റിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. മക്കൾക്ക് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാണ്. 1 കിലോമീറ്റർ ഇങ്ങനെ നടന്നു വന്നു. ഇവിടെ ഒരു കാട്ടരുവി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇത് കാട്ടരുവിയോ, ഇത് എന്തെന്നാ പറയണ്ടേ, എന്തൊരു ഭംഗി നോക്കണേ. നാച്ചുറൽ ബ്യൂട്ടി. അത് മാത്രല്ല ഒരാളുമില്ല. ഇനി വല്ല പുലിയൊക്കെ വരുമെന്ന് അറിയില്ല. എന്നാലും നമ്മള് ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസിന്റെ സ്പെഷ്യൽ വീഡിയോ, അതല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത് ഈ പ്രാവശ്യം ക്രിസ്മസിന് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഇന്ന് വരെ ചെയ്യാത്ത, എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ പോയിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണത്. ഈ വർഷം ഞങ്ങൾക്ക് നാട്ടിൽ പോകാനായിട്ട് പറ്റിയില്ല. കാരണം മക്കൾ ഇവിടെ, അവർക്ക് അവധിയില്ലാതെ 1 ദിവസം ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങളുടെ ക്രിസ്മസ് ഒരു ഔട്ട്ഡോർ ലഞ്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയ ഞങ്ങൾക്ക് കിട്ടി, വളരെ ഹാപ്പിയാണ്. ഇനി നമ്മള് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പോവാ. അത് കഴിഞ്ഞാൽ അതിന് മുന്നേ കുളിക്കണം. ഇവിടെ അങ്ങോട്ട് ഒരു മനുഷ്യനും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വല്ല പുലിയോ പാമ്പോ ഒക്കെ വരുമെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ എന്തേ എൻജോയ് ചെയ്യണോ പിള്ളേര്? അടിപൊളി. ആരെങ്കിലും ഇതുപോലെയൊക്കെ ഒരു ഔട്ട്ഡോർ ലഞ്ച് പ്ലാൻ ചെയ്യുന്നത്, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാടുണ്ടാവും. കണ്ടുപിടിക്കുക, അങ്ങോട്ട് ഇറങ്ങുക. ഓക്കെ, ഞങ്ങള് കുറച്ചുകൂടി വണ്ടി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ വഴിയാ. പിന്നെ ലാസ്റ്റ് എടുക്കാം. നടന്നത് ഇടവഴിയിലൂടെ ഞങ്ങൾ അങ്ങനെ പോകുന്നു. ഇന്നത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്റെ ദയവായി ചിക്കനും മീനൊക്കെ. ഇതുപോലൊരു ഔട്ടിങ് അല്ലേ? സൂപ്പർ അല്ലേ?
വാവ്, ഇവിടെ അങ്ങോട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാട്ടോ. നല്ല തണുപ്പാണ്, അല്ല നല്ല കാറ്റാണ്. പിന്നെ ഡിസംബർ അല്ലേ, അതിൻ്റെതായ തണുപ്പുണ്ട്. ഇരിക്കല്ലേ, ഇനി ചോറും ചിക്കനും. നമ്മളപ്പോ നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഫസ്റ്റ് നമ്മള് കേക്ക് കട്ട് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ ഇവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് വേണ്ടേ, അപ്പൊ ടൈം ആവും. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ അങ്ങോട്ട് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാ. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയതാട്ടോ, വീട്ടില് പ്ലം കേക്ക്, യൂട്യൂബ് നോക്കിട്ട് തന്നെ. ശരി, വേണ്ടേ നമുക്ക് കേക്ക് കട്ടിങ് ചെയ്യാം. ഓക്കെ. We wish you a Merry Christmas. Wish you a Merry Christmas. Wish you a Merry Christmas and Happy New Year. Happy Christmas. Merry Christmas. എല്ലാവരും കഴിക്കാൻ വീട്ടിലെ കേക്ക് ഞങ്ങൾ ഇവിടെ കഴിക്കട്ടെ കേട്ടോ. Happy Christmas. Happy Christmas. Happy Christmas. അപ്പോൾ നമുക്ക് നമ്മുടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. കഴിച്ചോ. ബൈ. അങ്ങനെ ഈ വെള്ളത്തിൽ അവർ കളിക്കുകയാണ്. എന്നാ ക്ലാരിറ്റി എന്നൊക്കെ വെള്ളത്തിലൊക്കെ. എന്റെ ചട്ടി മാത്രം നമ്മള് കുക്കിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാണ്. എവിടെ ഇപ്പൊ ഉണ്ടാക്കുക? കാറ്റാട്ടോ, നല്ല കാറ്റാണ്. നോക്കാം. ചോറ് വെക്കാം. കാറ്റ് ചോറ് വെക്കാൻ പോവാ. ഇവരുടെ ചോറാ, നമ്മുടെ ചോറല്ല. ഈസി ആയിട്ടാവും. മറ്റേ ബസുമതി റൈസ് ഉണ്ടല്ലോ, മറ്റേ ജീര റൈസ്, ബസുമതി റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ ഭക്ഷണം വെക്കുക. അപ്പോൾ ഞാൻ ബസുമതി റൈസ് കൊണ്ട് ചോറ് ഉണ്ടാക്കാൻ പോവാ. ഓക്കെ. ചിക്കന് വേണ്ടിയിട്ട് ചിക്കനാണ് കേട്ടോ ഞങ്ങളുടെ മെനു. ഒന്നും വേറെ ഒന്നുമില്ല. ചോറും ചിക്കനും. നാളെ ക്രിസ്മസ് അല്ലേ, ഇന്ന് 24-ാം തീയതി കേട്ടോ. അപ്പോൾ നാളെയും ഒരുപാട് നോൺ വാങ്ങേണ്ടതായതുകൊണ്ട് ഇത് ചെറിയ മെനു ആണ്. ചോറും ചിക്കനും മീൻ ഫ്രൈ ആണ് ഞങ്ങൾ കേട്ടോ. സത്യത്തിൽ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇവിടെ വന്ന് ഒരടുപ്പേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് കുറച്ച് എൻജോയ് ചെയ്യാം, അത്ര വാങ്ങാത്ത ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വിചാരിച്ചേക്കാളും അടിപൊളി എൻജോയ്മെന്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയി ഞങ്ങൾ. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണത് കേട്ടോ കേട്ടോ, ക്ലീൻ ചെയ്യണത് ഞാൻ. ഇതൊക്കെ കഴിഞ്ഞു, ഇത്രയും കൂടി ഉള്ളൂ. മോനെ, അമ്മയുടെ ചിലപ്പോൾ കാൽമിട്. അവിടെ കഴിയില്ല കേട്ടോ. അവിടെ നമ്മൾ ചിക്കനും മീനൊക്കെ കഴുകിയെടുത്ത് എന്നിട്ട് എന്താ പറയുക, അരി കഴിക്കില്ല. അവിടെ വരെ പോകാൻ സമയമില്ല, അതുകൊണ്ടാ. അങ്ങനെ ഇതാണ് നമ്മൾ വയ്ക്കാൻ വേണ്ട ചോറ് കേട്ടോ. ഇത് ബസ്മതി റൈസാണ്, പെട്ടെന്നാവും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ ചോറ് വയ്ക്കാനുള്ള ചട്ടിയൊക്കെ റെഡിയാക്കിയ തിളച്ചോടും. ചട്ടി ചൂടായിട്ടോ. ഇത്ര നേരം ഇവിടെ ആരും ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പൊ ദേ നമ്മളിതേ കാണുന്നുണ്ടോ, ഇതെന്തിട്ടാ നമ്മുടെ തേന്മാവിൻ കൊമ്പത്തൊക്കെ പോലത്തെ ഒരു സീനാണ്. ഈ എന്താ പറയുക, ഈ വെള്ളത്തിൻ്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ വേറൊരു ഗ്രാമമാണ്. അപ്പം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, കാളകളെ, എരുമകളെയും പശുവിനെയും ആടിനെയും ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ അപ്പുറത്തോട്ട് കിടത്തുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫിഷാണ് കേട്ടോ ഇത്. നമ്മൾ മീൻ ഫസ്റ്റ് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പറയാം, മീനില് മസാല ഇടാം കേട്ടോ. ഇച്ചിരി വെയിലുണ്ട്, അതിനാണ് തലവേന ഇടും. നമുക്ക് ഇതിലേക്ക് മസാലാസ് ഇടാം. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ചിക്കൻ. ഇനി ചേട്ടാ ഇത് മീനെ മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. ഇഞ്ചി, അയ്യടാ, ഇഞ്ചി ചതയ്ക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ നമ്മൾ ഇടിക്കുന്ന വഴിയുണ്ട് നോക്കാം. ഞങ്ങൾ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാണേ. ഇതാ അങ്ങനെ ഞങ്ങളിത് കല്ല് വെച്ച് ചതയ്ക്കുക കേട്ടോ. അതിനെപ്പറ്റി പണി തന്നതല്ലേ. മതി 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 മതി. നീര് പിഴിഞ്ഞെടുക്കാം. ആ വാ വാ, ഇതിൻ്റെ നീരെടുത്ത് ചതച്ചിട്ടില്ല, നമ്മൾ നീര് പിഴിഞ്ഞ് വെച്ചേ. ഓക്കെ മതി. ഇനി നമ്മൾ സെറ്റാക്കി അങ്ങോട്ട് വെക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ കാട്ടിലെ കുക്കിംഗ്. ഇനി
വാ നിക്ക്. നമ്മുടെ ചോറ് റെഡിയായോ കേട്ടോ. റൈറ്റ് ടൈം ആട്ടോ. ഞങ്ങളവിടെ കട്ടിങ്ങിനൊക്കെ പോയി ചോറ് നല്ല പാകമായിട്ടുണ്ടേ. ഇനി നമുക്ക് മീൻ വറുക്കാം. മീൻ ഫ്രൈ ചെയ്യാം കേട്ടോ. എണ്ണയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുകയാണേ. വെളിച്ചെണ്ണയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്ന. ആ അതെ, മോനാണ് അത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മീൻ നല്ല മൊരാന്ന് മൊരിഞ്ഞിട്ടുണ്ട്. മേലെ മങ്കികളാ. മീനിന്റെ മണം കേട്ടിട്ട് ഇഷ്ടമായിട്ടില്ല. അത് കാരണം നമ്മൾ ആക്രമിക്കാതിരിക്കുക. അവര് വേറെ വല്ല ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അടിച്ചോണ്ടോ ഞാൻ ഫോൺ വഴിക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ ജംഗിൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ഓക്കെ, ഇത് നമ്മുടെ ചിക്കനുള്ള ചട്ടി. എന്റെ ചട്ടിക്ക് കമന്റ് ഒന്നും പറയരുത്. ചട്ടി എന്താ പറയാ, 12 വർഷമല്ലേ? 12 വർഷമായിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ഈ ചട്ടി കന്യാകുമാരി മുതല് കാശ്മീർ വരെ കണ്ട് കറങ്ങി നടക്കുന്ന ചട്ടിയാണ്. അപ്പൊ അയ്യോ മങ്കി മീനാണ് കുട്ടി, ഒന്നുമില്ല. കറിവേപ്പിന്റെ പൊട്ടി പൊട്ടി. അയ്യോ എന്നെ മേത്തേക്കൊക്കെ തെറിക്കണു. മറ്റേ വെളുത്തുള്ളി. അയ്യോ ഇവിടെ മൊത്തം മങ്കിയാണ് കേട്ടോ. ഇഞ്ചൊക്കെ അരിഞ്ഞെടുക്കും. നീ സവാള വരട്ടെ. സവാള കിരികിരിയാണല്ലേ. സവാള കിരികിരി ചെയ്തത് ചട്ടായിയാണ്. ഒന്നും പറയാണ്ടത് ഇങ്ങനെ കുക്ക് ചെയ്യല്ലേ. പിന്നെ വെറുതെ പറയണേ. ഇപ്പൊ നല്ല വിശപ്പുള്ളത് കൊണ്ട് അത്യാവശ്യം കേക്കൊക്കെ കഴിച്ചില്ലേ. പിന്നെ എന്തുട്ടാ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ഇങ്ങനെ ഇരുന്നതേ മക്കളുണ്ട് അവിടെ പുഴയല്ല, ഇതെന്താ അരുവിയില് ചൂണ്ടിടലാണ് അവിടെ. ചൂണ്ടിടല് വേഗം പിടിക്കേ. എന്നാ ഫ്രൈ ചെയ്തരാ. എല്ലാം മസാല ഉപ്പൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളുടേതായ രീതിയിൽ ഇതേ മസാലകളെല്ലാം ഇട്ട് ചേട്ടായി നല്ല അടിപൊളി ചിക്കൻ കറി ആണ് വെക്കുന്നത്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വിശന്ന് തുടങ്ങി. മൂടി ഇഡ്ഡലി പാത്രത്തിന്റെ മൂടിയാ. ഒന്നും വിചാരിക്കണ്ട, ഇഡ്ഡലി പാത്രത്തിന്റെ മൂടിയാണ്. എനിക്ക് ഈ ചീനച്ചട്ടിയിൽ പാകാവുള്ളൂ. അപ്പൊ റെഡി, ചിക്കൻ റെഡി. ഞാൻ 2 മല്ലിയിലായിട്ട് സെറ്റാക്കി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതെ ചേട്ടാ അവിടെ കൊണ്ട് ദൂരത്തോട് കട്ടിലൊക്കെ സെറ്റിലാക്കിയിട്ടുണ്ട്. വാ പോ അങ്ങോട്ടേക്ക് എല്ലായിടത്ത്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചേട്ടാ വെക്കായിരുന്നു സെലക്ട് ചെയ്യുന്ന. ചോറ് റെഡി, മീൻ റെഡി, ചിക്കൻ റെഡി, മലയാളികളുടെ അച്ചാർ റെഡി. ഇതില്ലാണ്ട് നമുക്കൊന്നും ഇറങ്ങൂല. വഴിന്ന് വെട്ടിക്കൊണ്ടുവന്ന ഇലയും ഒക്കെ ഇട്ട് വിശന്നിട്ട് പാടില്ല. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ. ഇനി അവിടെ എവിടെയെങ്കിലും വെക്കി ഞങ്ങൾ കഴിക്കണ കാണാം. എടുത്തു ചോറ്, കുഞ്ഞുമടിയുടെ ഫിഷ്, അച്ചാർ. ചിക്കൻ വേണ്ട, കയ്യിലെ കുറഞ്ഞുള്ളൂ. അതുകൊണ്ട് ചിക്കനും ഞാനങ്ങ് സുഖമായിട്ട് ഇരുന്നു. ഇരിക്കാൻ സുഖമാണെങ്കിൽ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല കേട്ടോ. എന്റെ ചോറ് ഫുഡ് കഴിച്ചു. എല്ലാരും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുളിക്കണം. ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാ കുളിക്കണേ, കാരണം നേരം വൈകി. പക്ഷെ വെള്ളത്തിലിറങ്ങാണ്ട് പോകാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നല്ല തണുപ്പാണ്. എന്നാലും ഇറങ്ങുക. ചെരുപ്പൂരിക്കട്ടെ. കുറച്ചേരം വെള്ളത്തിൽ കിടന്ന് ഇറങ്ങട്ടെ കേട്ടോ.
അപ്പൊ എല്ലാവർക്കും കേരള